ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഫുൾ ഔട്ടിംഗ് ആണ് കേട്ടോ. ഔട്ടിംഗ് എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എവിടേക്കാണ് എന്തൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ള നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. ഞാൻ ഒരുങ്ങി റെഡിയായി. ഇനി അൻസുമോള് റെഡിയാവാനുണ്ട്. അൻസുമോള് ഇപ്പോഴും കണ്ടോ തൊട്ടിൽ ഇങ്ങനെ ചാച്ചുവാണ്. ഇനി 2-3 വിളി വിളിച്ചിട്ടും എണീറ്റിട്ടില്ല. ഉണർത്തി റെഡിയാക്കണം. അപ്പോൾ നമുക്ക് പോകെ കാണാം കേട്ടോ. അങ്ങനെ അൻസുമോളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് റെഡിയാക്കി അതേ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പോവാം. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അവളെ എണീപ്പിച്ചത്. അമ്മയും സിമ്പിൾ, അൻസുമോളും സിമ്പിൾ അല്ലേ അൻസു? പോവാം. ഓക്കെ. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ ടാറ്റ പോവാന്ന് പറഞ്ഞേ. ടാറ്റ പോവാ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മെയിൻ റോഡിൽ പോയി ഒരു ഓട്ടോ പിടിച്ചു. ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് കാണിക്കണമായിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെയും സർജനെയും കാണണം. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പാളയം ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാനും അൻസുമോളും അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. റിസപ്ഷനിൽ ചെന്നിട്ട് OP ടിക്കറ്റ് എടുക്കണ്ടേ, അതിൻ്റെ ക്യൂവിലാണ് ഞങ്ങൾ. സർജനും എടുക്കണം, ഗൈനക്കിനും എടുക്കണം. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് കിട്ടി. 42ഉം 19ഉമാണ് കേട്ടോ ടോക്കൺ. അങ്ങനെ ആദ്യം സർജനെ കണ്ടു. ഡോക്ടർ അനുവിനെയാണ് കാണിച്ചത്. എനിക്ക് സർജറി പോസ്റ്റ് ചെയ്തു. ഡോക്ടർ അനുവിനെ കാണാനുള്ള കാരണം എൻ്റെ 2 കൈയുടെയും ഇരുവശത്തും ആയിട്ട് 2 മുഴകൾ. അത് വർഷങ്ങളായി കേട്ടോ. ആദ്യം ഡോക്ടറെ കാണിച്ചായിരുന്നു മുമ്പ്. പിന്നെ ഞാൻ അതിനെ കാര്യമാക്കിയൊന്നും എടുത്തില്ല. ഇപ്പോൾ ഒരു സൈഡ് പെയിൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ സർജനെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. കാണിച്ചപ്പോഴത്തേക്കും സർജറി പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ റിസപ്ഷനിൽ പോയി എല്ലാം അന്വേഷിച്ചു. ഞങ്ങൾ റിസപ്ഷനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ വെച്ചുള്ള അൻസുമോളുടെ ഒച്ചയും ബഹളമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അൻസുമോൾ അവിടെ നിന്ന് പാല് കുടിക്കുകയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വന്ന് ഒരു ഊണ് ഓർഡർ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിൻ്റെ ആ ഓർമ്മയിൽ ഊണ് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ഊണും ഫിഷ് കറിയും, രസം ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, ഒരു കിച്ചടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഊണിന്. അൻസുമോൾക്ക് ഒരു എക്സ്ട്രാ പ്ലേറ്റ് മേടിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ഷെയർ ചെയ്തു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഊണൊക്കെ കഴിഞ്ഞു നേരെ പോയി മേരിക്കുട്ടി മേഡത്തിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചു. ഡോക്ടർ മേരിക്കുട്ടി മേഡമാണ്, ഗൈനക്കോളജിസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ജോസ്കോ ജ്വല്ലേഴ്സിലേക്കാണ്. അൻസുമോൾക്ക് ഇന്ന് കാത് കുത്തുന്നുണ്ട്. ഒരു കരയുന്ന ഫോട്ടോ ഉണ്ടോ? കാത് കുത്തിയിട്ട് കരയുന്ന ഫോട്ടോ ഉണ്ടോ? അൻസുമോൾ കരയുന്ന ഫോട്ടോ ഉണ്ടോ? കാത് കുത്തിയിട്ട് കരയുന്ന ഫോട്ടോ ഉണ്ടോ? ജോസ്കോ ജ്വല്ലേഴ്സിൽ. അങ്ങനെ അൻസുമോൾക്ക് കാതൊക്കെ കുത്തി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ ഒരു കമ്മൽ സെലക്ട് ചെയ്യുന്നുണ്ട്. റിങ്സാണ് കേട്ടോ മേടിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു കമ്മലാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വീഡിയോ മാറ്റിയിട്ട് നോക്കാം. അങ്ങനെ കമ്മലും മേടിച്ചു, ബില്ലും പേ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നൊരു ഗിഫ്റ്റൊക്കെ കിട്ടി, ഒരു പാത്രം. അവിടെ നിന്ന് കിട്ടിയ പാത്രം ഗ്യാസ്ട്രോളാണ് കേട്ടോ. നല്ല പാത്രമാണ്. അൻസുമോൾ ഓട്ടോയിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഞാൻ തൊട്ടിൽ കൊണ്ട് കിടത്തി. നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ഗായ്സ്.